നല്ല ഉറക്കം. ഇതും കോമഡിയാണോ? ചിലപ്പോഴേ നമ്പർ ആയിരിക്കും. ആ സത്യം, കോമഡിക്കാരെന്ന് വെച്ചാ ജഗജില്ലികളല്ലേ, ജഗജില്ലികള്. ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി ഇവരെന്തും കാണിക്കും. കൊച്ചു പ്രേമേട്ടാ, നമ്പരൊന്നും വേണ്ട കേട്ടോ. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ നമ്പരാണെന്ന്. കോമഡിക്കാരുടെ ഓരോ സൂത്രങ്ങളെ നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ എന്തേ? മനസ്സിലാകത്തില്ല. എന്റെ സഹോദരിമാരെ, ഈ ബ്രേക്ക് സമയത്ത് കിട്ടുന്ന 10 മിനിറ്റ് ഒന്ന് കണ്ണടച്ചോട്ടെ. ഞങ്ങളും മനുഷ്യരാ, അതൊന്ന് മനസ്സിലാക്കുക. അങ്ങനെ വരട്ടെ, തമാശകൾ അങ്ങോട്ട് വരട്ടെ. ആദ്യം ഇങ്ങോട്ട് വന്നപ്പോഴേ എന്തൊരു മസില് പിടിച്ചായിരുന്നു. അതന്നെ ഇപ്പൊ കണ്ടില്ലേ കടകടാന്ന് വരണത്. ഇതെന്തൊരു കഷ്ടമാണ് ഈശ്വര. ഒന്നുകൂടി പറയൂട്ടോ, ആ ഈശ്വരാന്നുള്ള വിളിയേ. അത് ശരിയാ. വേണ്ട വള്ളുവനോടൻ. ഇതുപോലായിരുന്നു കേട്ടോ അന്നാ സിനിമയിലെ ഡയലോഗ്. കണ്ടോ, അവനെയും കണ്ടു. സുധി ഇത്ര പാഞ്ഞെങ്ങടാ പോണേ? ഞങ്ങളൊരു കോമഡി പറയായിരുന്നേ. ചേച്ചി ഒന്ന് പോയേ, ചേട്ടൻ പ്രശ്നമാണ്. ഞാൻ നല്ല കോമഡി പറഞ്ഞേട്ടാ, സിനിമയിലൊക്കെ എടുക്കാൻ പറ്റും. സാറേ. അനിയനും കോമഡി കളിക്കാ. കോമഡി ട്രാജഡി ആക്കരുത് കേട്ടോ. ഞാൻ മര്യാദക്ക് പറയാം, ഒന്ന് പോയി ഇതെന്റെ വീടല്ലേ കുട്ടി. ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ കാശ് തന്നിട്ടല്ലേ ഷൂട്ട് ചെയ്യാൻ വേണ്ടി എടുത്തത്. നിങ്ങൾക്കൊക്കെ ഒന്ന് പോയി തരാമോ? നിനക്ക് എന്ത് ഇവിടെ നടത്താന്ന് വെച്ചോടാ. എടാ എന്റെ വീട്ടിൽ ഞാൻ ഷൂട്ടിംഗ് എടുത്താൽ മതിയടാ. ഞങ്ങൾ പറയുമ്പോ കോമഡി ആയിട്ട് കോമഡി പറയണം, അറിയാനൊക്കെ. ഇവിടുത്തെ വനിതാ ക്ലബിൽ അംഗങ്ങളാ ഷൂട്ടിംഗ് കാണാൻ വന്നേ. പിന്നെ അടയ്ക്ക് നമ്മുടെ വീടാ, നമുക്ക് വേണ്ടി തുറക്കും വന്നേ. അതുകൊള്ളാലോ. എല്ലാരും പോണം. ഒരുപാട് താരങ്ങളൊക്കെ അകത്തുണ്ട് കേട്ടാ. വരുന്നില്ല അകത്തോട്ട്. ഞാൻ പോയിട്ട് എന്റെ ഗസ്റ്റ് വന്നിരിക്കുന്നു, തുറന്നേ. പിന്നെ നിന്റെ ഷോട്ട് എന്റെ ഗസ്റ്റ് വന്നിരിക്കും, അവര് കണ്ടിട്ട്. ഇതാ വിജയകൃഷ്ണ സാർ, ഡയറക്ടർ. മനു വർമ്മ, കൊച്ചു പ്രേമൻ ചേട്ടൻ, മായാ വിശ്വനാഥ്. ഈ തലമുടി ഒറിജിനൽ കെട്ടി അങ്ങനെ ചേച്ചിയുടെ വീട് തന്നെയാ. ഒന്ന് എഴുന്നേറ്റ്. ഞങ്ങൾ ഇനി വരും കേട്ടോ കുറച്ച് കഴിഞ്ഞ്. ഇത് ശരിയാവത്തില്ല കേട്ടോ. 1-2 ദിവസമാണെന്ന് വിചാരിച്ച് ശ്രമിച്ചു. റോഡിൽ എപ്പോഴും ബ്ലോക്കാ. നരേന്ദ്രൻ വരട്ടെ, ഇന്ന് രണ്ടിലൊന്നും അറിയണം. റെസിഡൻസ് അസോസിയേഷന്റെ മീറ്റിംഗിൽ ഞാൻ ഈ പ്രശ്നം അവതരിപ്പിക്കും. എനിക്കറിയാം, ഇത് കണ്ണുകടിയാ. ദിവസം 10,200 രൂപ കിട്ടുന്നില്ലേ, അതിന്റെ നമുക്ക് അകത്തുനിന്ന് വാച്ച്. നമ്മൾ ഈ നാട്ടുകാരെ അല്ല. ബാക്കിയുള്ള വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. വണ്ടിയെ ഇവരുടെ ഭാഗം നേരാ, പറയുന്നത് ന്യായം. എന്റെ കൊച്ചുങ്ങളെ, ഇത് തിരക്കുകളുടെ ലോകമാ. പണ്ട് റേഷൻ കടയിൽ മണിക്കൂറുകളോളം കാത്തു നിൽക്കുമായിരുന്നു പച്ചരി വാങ്ങാൻ. ഇപ്പൊ ഷോപ്പിന്റെ നടയിൽ കാറ് നിർത്തും, കാറിലിരുന്ന് കാശ് നീട്ടും. കടയിലെ ആള് ഇങ്ങോട്ടിറങ്ങി വന്ന് സാധനം കൊടുത്ത് കാശ് വാങ്ങും. അപ്പൊ അങ്ങനൊരു തിരക്കിന്റെ ഇടയിൽ ഇങ്ങനൊരു സംഗതി നടക്കുന്നത് സഹിക്കാൻ പറ്റുകയില്ല. അല്ലാതെ കാശിനും കണ്ണുകടിക്കൊന്നും അല്ല കൊച്ചേ. അതുപോലെ ഓരോ ജോലിക്കും അതിൻ്റെതായ ചില സ്വഭാവങ്ങൾ ഉണ്ടാകും. അത് നമ്മളും മനസ്സിലാക്കണം. അതെ, നമ്മളൊരു വീട് വെക്കുന്നു. ആ വീട് വെക്കാൻ ആവശ്യമായ ഇഷ്ടികയും കട്ടിലയും മണലും കല്ലും ഒക്കെ ലോറി കൊണ്ടുവന്ന് റോഡിൽ നിർത്തി ഇറക്കും. അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ യാത്രക്കാർക്കുണ്ടാകും. നമ്മൾ വീട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരാൾ ഈ പ്രവൃത്തി ചെയ്യുന്നത് സഹിക്കാൻ പറ്റുകയില്ല. നമ്മൾ ബസ് കയറി കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു സ്റ്റോപ്പിൽ നിർത്താൻ പാടില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. എന്റെ പൊന്നനിയന്മാരെ, സിനിമയും സീരിയലും ഒക്കെ വേണ്ടായോ നമുക്ക്? നന്നായി അങ്ങനെ പറഞ്ഞു.
എടോ എനിക്ക് പുറത്തിറങ്ങണം. അത് തുറക്കാൻ. ഛെ, ഈശ്വരാ. എന്തിനാണോ കഥ പൂട്ടിയേ? അവിടെ ഫീൽഡാണ് സാറേ, ഒന്ന് പുറത്തേക്കണം. ഇനി ഇവിടെ ലൈറ്റ് വെക്കണം, ഒന്ന് പുറത്തിറങ്ങാം. പുറത്തിറങ്ങാനോ? ഞാനോ? ഒരു പ്രശ്നമില്ല, അനിയൻ ആ പൊക്കോട്ടെ. എല്ലാം അകത്തോട്ട് പോട്ടെ. നോക്ക്, മെഗാ സീരിയലാ. 500 ദിവസം ഓടേണ്ടതാ. 500 ഗുണം 2500 എത്രയാണെന്ന് കൂട്ടി നോക്കിയേ. ആ 500 ഗുണം ടെൻഷനും പ്രഷറും ഇതെല്ലാം കൂടെ നീ ഒന്ന് കൂട്ടി നോക്കിയേ. എന്താണോ? ഫീൽഡാ, ഇവിടെ ഷൂട്ട് ചെയ്യാനുള്ള. ഫീൽഡ് ഇല്ലാത്ത ഏതെങ്കിലും മുറി ഇവിടെ ഉണ്ടോ? ടെറസ് ഇപ്പൊ വേണ്ടി വരില്ല. ഓ, സന്തോഷം. ഒന്ന് വഴിമാറിക്കേ. പഠിച്ചു വരുന്നേ ഉള്ളൂ. എന്തുവാ ഇത്? ശീലായിക്കോളൂ അനിയാ. ചെല്ല് ചെല്ല്. ശ്ശോ. എന്താ അത്? വേറെ പൈസ ആരും ഇവിടെ കൊണ്ടുവച്ചത് എടുത്തോണ്ട് പോയിരുന്നു. ഇത് വേണ്ട ഇവിടെ. ചേച്ചി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്തുവാണ് ഇത്? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു. കളയില്ലേ, എനിക്ക് തന്നേരെ. ഞാൻ സൂക്ഷിച്ചു വെച്ചോളാം. ഇങ്ങ് കണ്ണാ, നീ തന്നേരെ. അതിലേക്ക് മാറ്റി വെക്കോ? പോവില്ല. ചേച്ചി ഒന്ന് വയ്ക്കോ ഇവിടെ? അല്ല, വയ്ക്കാം. ശരി. ശ്ശോ. സൽമാൻ ഓ. സൂക്ഷിച്ചുകൊണ്ട് പോന്നു. എന്തോന്ന് വഴി കയറി ഇരിക്കണത്? കണ്ണിലെന്ത് കുരു അത്? ഓ. എന്താ കുട്ടി, എന്ത് പറ്റി? മാറണം. ഒരിടത്തുനിന്ന് കണ്ണടയ്ക്കാനും സമ്മതിക്കൂല. ഉടനെ വരി കുട്ടി എന്ന് വിളിച്ചോണ്ട്. നാരായണ ഭഗവാനെ, ഷൂട്ടിംഗ് ആണ് ഇരിക്കണ്ടേ? വീട്ടിൽ പോയാ മതിയായിരുന്നു. പോടങ്ങും. മാറി നിൽക്ക് അങ്ങോട്ട്. അത് ശരി, എന്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് മാറി നിൽക്കാൻ പറയുന്നു. എവിടെ സതി? എവിടെ സതി? ഇന്നത് അവസാനിപ്പിക്കണം. ഇവിടെ മാറി നിൽക്കാനല്ലേ പറഞ്ഞത്? ഇന്നത് അവസാനിപ്പിക്കണം. ആഹാ, കുട്ടിയെ അടിച്ച് മറിച്ചിട്ട് എന്റെ അടുത്ത് മാറി നിൽക്കാനാ? സതിമോളെ, സതിമോളെ, ആഹാ, സതിമോളെ. ആ, ഏട്ടാ, അയ്യോ, അയ്യോ. ആഹാ. ഇത് പോടാ അവിടുന്ന്. ഓ, പോടാ അവിടുന്ന്. മനുഷ്യൻ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. മാറില്ലടാ അങ്ങോട്ട്. ആ, അല്ലേ, ഇതാരേ? ജോലിക്കാൻ സമ്മതിക്കില്ല. പോ ഇവിടുന്ന്. സതിമോളെ, 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 അയ്യോ, സതിമോളെ, സതിമോളെ. ആഹാ, അവളുണ്ടായിരുന്നോ? ഞാൻ അങ്ങോട്ട് വരുവാ. പോടാ അവിടുന്ന്. സതിമോളെ, ആഹാ, സതിമോളെ, സതിമോളെ. എന്റെ അപ്പോ, പോടാ അവിടുന്ന്. ആഹാ. എന്താ എന്താ അമ്മാവ ഇത്? എന്റെ മോളെ, എന്നെ അവിടെ സ്വന്തമായിട്ട് നിൽക്കാൻ സമ്മതിക്കുന്നില്ല. ആ കുട്ടി അവരെടുത്ത് താഴെയിട്ട്. ഏത് ലതാകുമാരിയെ. അപ്പൊ കുട്ടി അടിച്ചതിലെ അമ്മാവന് വിഷമമുള്ളൂ അല്ലേ? എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അമ്മാവൻ ഇവിടെ നിന്നാലല്ലേ പ്രശ്നമുള്ളൂ. ഞങ്ങളെ ഇവിടുന്ന് ഇറങ്ങി കൊടുക്കാൻ പറഞ്ഞിരിക്കുക. ഈശ്വര, അവരെ ഇറക്കണം. ഉടനെ അവരെ ഇറക്കണം. പറ്റില്ല അമ്മാവാ. എഗ്രിമെന്റ് എഴുതി കൊടുത്തു പോയില്ലേ? ആണോ? അത് പറ്റത്തില്ലല്ലോ. ഇത് നീതിയാണോ? എടുത്തോളൂ എടുത്തോളൂ കേട്ടോ. ഞങ്ങൾക്ക് അറിയാം സാറേ, ഞങ്ങൾ സൂക്ഷിച്ചോളാം. അല്ല, നിങ്ങൾ സൂക്ഷിക്കും, പക്ഷെ ഞങ്ങൾക്കൊരു പേടി. അതാ. സൂക്ഷിക്കാം. അയാൾ പറഞ്ഞതുപോലെ ഇങ്ങനെ പുറകെ നടക്കുന്ന മോശമല്ലേ? ലീലാവതി എന്റെ ക്ഷമ നശിച്ചിരിക്കുക. ഇതെങ്ങോട്ടാ? ഈ സ്കൂളകത്തേക്ക്. കൊണ്ടേക്കോ, കൊണ്ടേക്കോ. കണ്ണാടി വിട്ടുവന്ന്. വഴിയിരിക്കല്ലേ? ശ്ശോ. ആ മേശ വലിക്കല്ലേ? നിന്നോടല്ല. തരട്ടെ. ആഹാ, മനസ്സിലായി. ആഹാ, ഇങ്ങോട്ട് വാ. കാരണം എന്നതാ ഇപ്പൊ ഇങ്ങോട്ട് പ്രത്യേകിച്ച് ഓടി വരാൻ കാര്യം? ഞാൻ ഓഫീസിൽ പോയിരുന്നു. അപ്പോഴാ മറിച്ചേട്ടത്തി ഇങ്ങോട്ട് വന്നറിഞ്ഞു. അവിടെ ഭയങ്കര പ്രശ്നം. അവിടെ പ്രശ്നമൊന്ന് മാത്രം പറഞ്ഞാ മതി എന്റെ അമ്മാവാ. അവിടെ എപ്പോഴും വലിയ പ്രശ്നം തന്നെ ആയിരിക്കും. അല്ല, പ്രശ്നമൊന്നും പറയണ്ട, അവിടെ എന്ന് മാത്രം പറഞ്ഞാ മതി. ബാക്കി എന്നതാന്നുള്ളത് എനിക്കിപ്പൊ കാണാപ്പാഠവാ. ആട്ടെ, എന്നതാ ഇപ്പൊ അവിടുത്തെ പ്രശ്നം? ഷൂട്ടിങ്. എന്നതാ ഷൂട്ടിങ്? രണ്ടുപേരുടെ വീടുകളിൽ ഷൂട്ടിങ്ങിന് കൊടുത്തേക്കല്ലേ. ഇപ്പൊ ഇങ്ങോട്ട് കേറാനും പോലും പറ്റുന്നില്ല. കളി അങ്ങ് കാര്യായി. കാര്യങ്ങൾ കളിയായി കാണുന്നിടത്ത് കളിയും കാര്യമായിട്ട് തീരും.
അതൊരു ലോക സത്യമാ എന്റെ കാർന്നോരെ. കാശിന് വേണ്ടി അത്യാഗ്രഹം കയറിയിട്ടാണല്ലോ വീട് ഷൂട്ടിങ്ങിന് കൊടുത്തത്. കാശിന് മാത്രമല്ല ഷൈൻ ചെയ്യാൻ. ചിലർക്ക് കാശിന്റെ തിളക്കം കൊണ്ട് മാത്രം തൃപ്തിയാവുകയല്ല, സ്വയം ഷൈനിങ് കൂടെ വേണം. അല്ല, എന്നിട്ടിപ്പ എന്നതായി? അന്നെന്നെ കാണാൻ വന്നപ്പോ രണ്ടുപേരും അപാര ത്രില്ലിലായിരുന്നല്ലോ. ത്രില്ല് പോയി, ഇപ്പൊ സെല്ലി കിടക്കും പോലെയാ. സ്വാതന്ത്ര്യത്തോടെ നടക്കാൻ വയ്യ, വീട്ടിൽ കയറാനും വയ്യ. ചേട്ടത്തി ഒന്ന് ഇടപെടണം. അതെങ്ങനാ? ആ സീരിയലുകാര് വരുംവരായികള് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തതല്ലായിരുന്നോ? കാശ് കൃത്യമായിട്ട് കൊടുക്കുന്നുമുണ്ട്. അവരവരുടെ ഷൂട്ടിങ്ങിനല്ലാതെ മറ്റൊന്നിനും ഈ വീടൊട്ട് കൊടുക്കുന്നുമില്ല. അപ്പൊ പിന്നെ എന്നാ ന്യായം പറഞ്ഞാ നമ്മൾ മാറാൻ പറയുന്നത്? ഇതിനാണ് തനിക്ക് കാല് തെറ്റി വീഴാൻ താൻ തന്നെ കുഴി ഒരുക്കുന്നെന്ന് പറയുന്നത്. മനസ്സിലായോ? കുഴിയല്ലേ ചേട്ടത്തി, കിണറാ. ഒറ്റക്ക് കയറാൻ പറ്റത്തില്ല, കയറിട്ട് കൊടുക്കണം. അതിനെ ചേട്ടത്തി അങ്ങോട്ട് വരണോന്ന് പറഞ്ഞത്. പണ്ട് ഉപഗുപ്തൻ ശിഷ്യനോട് പറഞ്ഞതുപോലെ ഞാനും പറയാം, സമയമായില്ല. അപ്പൊ എപ്പോഴാ സമയാവുന്നത്? ഗതികെട്ട അവർ തന്നെ എന്റെ അടുത്ത് വരും, അപ്പൊ സമയമാണ്. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ഷൂട്ടിംഗ് കഴിയുന്നവരെ ഞാൻ ഇനി ഹോട്ടലിൽ താമസിക്കും. എന്താ നരട്ടെ പറയുന്നേ? നടപ്പിലാക്കാൻ പോകുന്ന കാര്യം അതാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഷൂട്ടിംഗുകാരോട് നമുക്ക് പറയാം വേറൊരു വീട് അന്വേഷിക്കാൻ. അതെങ്ങനെ? നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സീരിയല് അവരെങ്ങനെ വീട് മാറ്റും? അതുമല്ല, ആദ്യമേ വളരെ വ്യക്തമായി അവർ പറയുകയും ചെയ്തിരുന്നല്ലോ അവരുടെ ബുദ്ധിമുട്ടുകളും ഡിമാൻഡുകളും മനസ്സിലാക്കണമെന്ന്. അതല്ല നരട്ട, നല്ല രസമായിരിക്കുമെന്ന് വിചാരിച്ച ഞാൻ ആദ്യം. എന്തായാലും ഞാൻ തീരുമാനിച്ചു. നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ല ഷൂട്ടിംഗ്, അല്ലേ ശാരദ? സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിരുന്നത് താരങ്ങൾ വരുന്നു, നമ്മൾ TV കാണുന്ന പോലെ അഭിനയിക്കുന്നു, പോകുന്നു. ഈ ലൈറ്റും ചൂടും പൊടിയും പുകയും വാഹനങ്ങളും ഓട്ടവും അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചതേ ഇല്ല. അത് തന്നെ, നമ്മൾ അരമണിക്കൂർ കൊണ്ട് വീട്ടിലിരുന്ന് കാണുന്ന ഈ സംഗതിയുടെ പുറകില് ഇത്രയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടെന്ന് ഇപ്പൊ നേരിട്ട് കണ്ടപ്പോഴാണ് ഭഗവാനെ മനസ്സിലായത്. ഞാൻ വിചാരിച്ചതേ ഷൂട്ട് ചെയ്യുന്ന നല്ല മ്യൂസിക് ഒക്കെ ഇട്ടേ രസകരമായിട്ടായിരിക്കുമെന്നാ. ഏതായാലും ടെൻഷൻ എടുക്കാൻ സീരിയലുകാർ അനുഭവിക്കട്ടെ, നമുക്ക് ഇതങ്ങ് മതിയാക്കാം. കുഞ്ഞെ, ഷൂട്ടിങ് മതിയാക്കണമെന്ന് പറയണം. നരേട്ടൻ ഇനി ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടേ വീട്ടിൽ വരത്തുള്ളെന്നാ പറഞ്ഞു. നമുക്ക് അവരുടെ അടുത്ത് പറയാം ഷൂട്ടിംഗ് അങ്ങ് അവസാനിപ്പിക്കാം. ഞാൻ ചെറിയൊരു സൂചന കൊടുത്തിട്ടുണ്ട്, പക്ഷേ കഥയിലെ പ്രശ്നങ്ങൾ കാരണം പെട്ടെന്ന് വീട് മാറാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞു. അതെന്തോ ന്യായം? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഷൂട്ടിംഗ് അങ്ങ് ബ്ലോക്ക് ചെയ്യാം. എന്ന് വെച്ചാ തടസ്സപ്പെടുത്തൽ, സ്മൂത്തായി വർക്ക് ചെയ്യാൻ സമ്മതിക്കാതെ ഇരിക്കൽ. സാമ്പാർ തരാം, ബഹളം വയ്ക്കില്ലേ? അവിടെ നിന്നാ മതി, ഞാൻ തരാം. സാമ്പാർ അങ്ങോട്ട് മാറി നിന്നേ, തരാം തരാം. എണീര്, അവിടെ വേറെ കസേരയില്ല. എണീക്ക്. എന്റെ വീട്ടിലാണ് ഷൂട്ടിംഗ് നടക്കുന്നതെന്ന്. എണീക്ക്. നീ ആര്? ഇവിടെ ഡയറക്ടറേഞ്ഞൊക്കെ കാശിനിട്ടാ പിന്നെ അസിസ്റ്റന്റ്. ദൈവമേ, ഇവിടെ അസിസ്റ്റന്റ് ഡയറക്ടറിനെ തട്ടിയിട്ട് നടക്കാൻ വയ്യ. എത്ര എണ്ണവാ? പോയി കുറച്ച് മീൻ കറി എടുത്തോളൂ. ചെല്ല്. മീന്റെ തുണ്ടാ മൊത്തം കൂടെ നീ തിന്നടാ. ഇല്ലേ അമ്മോ, ഭയങ്കര പോളിങ് തന്നെ. പിണ്ണാക്കം തിന്നോണം. മക്കളെ ചെല്ല മിച്ചം ഉണ്ടെങ്കിൽ എല്ലാം കൂടെ സദ്യക്കകത്തോട്ട് വൈകുന്നേരം വീട്ടിൽ പോകുമ്പോ പിള്ളേർക്ക് കൊടുക്കാൻ. ഞങ്ങൾ പോലും ഇനിയിപ്പോ എന്തിനു ചെയ്യാൻ? വീട്ടിലാണെങ്കിൽ പട്ടിയും പശു ഒക്കെ വേറെ ജീവിതത്തിൽ ഏറ്റവും വലിയ അബദ്ധമാണ് നമ്മൾ കാണിച്ചത്. അങ്ങനെ എനിക്ക് തോന്നുന്നത്. കരയരുത്, കരഞ്ഞാ ഞാനും കരയും. വേണമെങ്കിൽ 2500 രൂപ ദിവസം ഞാൻ അങ്ങോട്ട് കൊടുക്കായിരുന്നു. ഞാൻ 3000 വെച്ച് കൊടുക്കായിരുന്നു.
ഷോ, ഈ ഷൂട്ടിംഗ് ഒന്ന് അവസാനിപ്പിച്ചാ മതിയായിരുന്നു. അതെ, ഈ മെഗാ സീരിയലേ ഇടയ്ക്ക് വെച്ച് നിർത്തിക്കാൻ വല്ല മാർഗമുണ്ടാ? അതിന് റേറ്റിംഗ് എന്നുള്ള സംഗതി കുറയണം. ആ, അതെനിക്കറിയാം. റേറ്റിംഗ് കുറയാൻ വേണ്ടി 101 രൂപ ഞാൻ നേരത്തെ നേർന്നിരിക്കുക. റേറ്റിംഗ് കൂടാൻ പ്രൊഡ്യൂസർ 1001 രൂപ നേർച്ച ഇട്ട് കാണും. ദൈവവും കാശ് കൂടുതൽ കൊടുക്കുന്നവന്റെ കൂടെ നിക്കത്തുള്ളൂ. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. നമുക്ക് മറിയച്ചേട്ടത്തിയെ പോയി കാണാം, കണ്ട് കാല് പിടിക്കാം. കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണല്ലോ. നമ്മൾ വിചാരിക്കും പോലെ കാര്യങ്ങൾ നിക്കത്തില്ല കേട്ടാ. ഇനിയിപ്പോ ഞാനൊരു മാർഗം പറയാം. കുഞ്ഞും സതിക്കുഞ്ഞും കൂടെ ഒരാളെ കാണണം. ആരെ?